എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ ആംസ്റ്റർഡാമിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഫസ്റ്റ് ഡേയുടെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കാണാം കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആയിരുന്നു. സെക്കൻഡ് ഡേ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് ഹോട്ടലിൽ തന്നെയാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ഹോട്ടലിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ള ഹോട്ടൽസാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. കാരണം അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കൂടി പ്ലാൻ ചെയ്ത് ഇറങ്ങേണ്ടി വരും. ഇതാകുമ്പോൾ നമ്മൾ ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ ഇറങ്ങിയാൽ മതി. അപ്പോൾ നമുക്ക് കുറച്ച് ടൈമും ലാഭം കിട്ടും. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 5 മണി മുതൽ 11 മണി വരെയാണ്. അപ്പോൾ നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ഒന്നും അല്ല കേട്ടോ. നമ്മൾ റൂം ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൂടി ബുക്ക് ചെയ്യാൻ പറ്റും. പെർ പേഴ്സൺ 20 യൂറോ ആണ്. അപ്പോൾ ഞങ്ങൾ 3 പേർക്കായിരുന്നു, മോൾക്കായില്ല. അപ്പോൾ ഞങ്ങൾക്ക് പെർ ഡേ 60 യൂറോ ആണ് ബ്രേക്ക്ഫാസ്റ്റിനായത്. ഈ പെർ പേഴ്സണ് 20 യൂറോ എന്ന് പറഞ്ഞാൽ നഷ്ടമൊന്നും അല്ല കേട്ടോ. നമ്മൾ വെളിയിലൊരു ഹോട്ടലിൽ പോവുകയാണെങ്കിൽ എന്താണെങ്കിലും ഒരു 30 യൂറോ 35 യൂറോ പെർ പേഴ്സൺ ആവും. പക്ഷെ നമുക്ക് ഇത്രയും വെറൈറ്റി സാധനങ്ങളൊന്നും കിട്ടത്തുമില്ല. ഇത് നല്ലൊരു ഓപ്ഷനുമാണ് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ള ഹോട്ടൽ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഒരു 8:30-9 മണിക്കാണ് ഞങ്ങൾ പോകുന്നത്. കാരണം അതിന് മുമ്പേ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ലാസ്റ്റ് ഡേ ഇങ്ങോട്ട് പോകുന്ന ടൈമിൽ മാത്രമാണ് കുറച്ച് നേരത്തെ പോയത്. അപ്പോൾ ആ സമയത്തും അവിടെ എല്ലാം ഫുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അതിനർത്ഥം എല്ലാവരും 5 മണിക്കും വന്ന് കഴിക്കുന്ന ആളുകളുണ്ടെന്നാണ്. സത്യത്തിൽ ഇത്രയും റിച്ച് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് മെനു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നതിന് ബ്രെഡ്സ് വെച്ചിട്ടുള്ള കുറേ ഐറ്റംസാണ്. ബ്രെഡ്സ്, ബട്ടർ ക്രോസൻറ്റ്, സാൻഡ്വിച്ചസ്, അങ്ങനെ കുറേ തരത്തിലുള്ള ബ്രെഡ്സ് ഉണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ബ്രെഡ്, ബണ്ണ് അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമല്ല കേട്ടോ. സ്വീറ്റ് ആയിട്ടുള്ള കുറേ തരം ബണ്ണുകളുണ്ട്. അതായത് ഫ്രൂട്ട്സിൻ്റെയൊക്കെ പൾപ്പ് ഫില്ല് ചെയ്തത്, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 35-ൽ കൂടുതൽ ബ്രെഡ്സ് തന്നെ ഉണ്ടായിരുന്നു, പല വെറൈറ്റി ആയിട്ടുള്ളത്. അല്ലാതെ നമ്മുടെ സാൻഡ്വിച്ചസ്, പാൻ കേക്ക്സ്, ഈ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടുള്ളത്, അങ്ങനെ ഒരുപാട് മെനൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മളുടെ സാൻഡ്വിച്ചസ്, പാൻ കേക്ക്സ്, ഫ്രഷ് ജ്യൂസ്, അല്ലാതെ മിൽക്ക് ഷേക്കുകൾ, ഡിസേർട്ടുകൾ, ഡോണറ്റ് തന്നെ പല രീതിയിലുള്ള ഡോണറ്റ്സ്, കപ്പ് കേക്ക്സ്, പേസ്ട്രീസ്, അല്ലാതെ നമ്മുടെ റൈസും സോയാബീൻ കറിയും. ഇത് കണ്ടപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഹാപ്പി ആയത്. കാരണം ഇതെല്ലാം എങ്ങനെ കഴിക്കുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. കാരണം ഈ ബ്രെഡൊക്കെ കഴിച്ച് നമുക്ക് ശീലമില്ലാത്തതുകൊണ്ട്. പക്ഷേ റൈസും സോയാബീനും കണ്ടപ്പോൾ നമുക്കൊരു ഹാപ്പി ആയായിരുന്നു. കാരണം ഒരു ഇന്ത്യൻ റൈസും സോയാബീനും എനിക്ക് തോന്നുന്നത് ചൈനീസുകാർക്ക് വേണ്ടിയിട്ടുള്ള കൂടി ആയിരിക്കാം. അപ്പോൾ അതുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഹാപ്പി ആയായിരുന്നു. അല്ലാതെ നമുക്ക് ഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ. അതായത് കട്ട് പീസ് അല്ലാതെ നമുക്ക് ഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്സും എടുത്ത് കഴിക്കായിരുന്നു. അപ്പം ഞങ്ങൾ മോൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും ബനാന എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നമുക്ക് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാം കേട്ടോ. കാരണം സാധാരണ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മെനുവിൽ ഞങ്ങൾ ഇങ്ങനെ കണ്ടിട്ടില്ല, ഫുൾ ഫ്രൂട്ടായിട്ട് വെച്ചേക്കുന്ന മെനു ഞങ്ങൾ കണ്ടിട്ടില്ല. അല്ലാതെ തന്നെ നമ്മുടെ എഗ്ഗ് ആണെങ്കിൽ പോലും ഹാഫ് ബോയിൽഡ്, ഫുൾ ബോയിൽഡ്, സ്ക്രാമ്പിൾഡ് എഗ്ഗ്, ഓംലെറ്റ്, ബുൾസേ, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള എഗ്ഗ് ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ലൈവായിട്ട് തന്നെ അവർ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി തരും, വെജിറ്റബിൾ ഇട്ട് ഓംലേറ്റ് ഉണ്ടാക്കി തരും. അപ്പോൾ നമുക്ക് അത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാ ഐറ്റംസും ഇവിടെ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. നമ്മൾ കഴിച്ച എല്ലാം ഇഷ്ടപ്പെട്ടായിരുന്നു. അല്ലാതെ നമുക്ക് ഒരു പേഴ്സണലായിട്ട് ഇഷ്ടം തോന്നിയത് ഇവിടുത്തെ പാൻ കേക്ക് ആയിരുന്നു. അപ്പോൾ പാൻ കേക്ക് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിൽ തേൻ നമുക്ക് പുരട്ടാം. അപ്പോൾ ഈ തേനെന്ന് പറയുന്നത് ഒറിജിനൽ നമ്മുടെ തേൻ കൂടില്ലേ, ഹണി കോമ്പ് നമുക്ക് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഹണി എടുക്കുന്ന സ്റ്റിക്ക് എടുത്തിട്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ ഹണി എടുത്ത് നമുക്ക് ഇതിൽ പാൻ കേക്കിൽ നമുക്ക് തേക്കായിരുന്നു കേട്ടോ. അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പാൻ കേക്കും ഭയങ്കര ടേസ്റ്റാണ്, ഹണിയും നല്ല ടേസ്റ്റായിരുന്നു. സോ അവരിവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് മാത്രമേ ടോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, ബാക്കിയൊന്നും ടോസ്റ്റ് ചെയ്യരുതെന്ന് അവർ ഇൻഫർമേഷൻ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് നോൺ വെജ് ഐറ്റംസ് ആണ് കേട്ടോ. അത് എല്ലാം എന്തെല്ലാം ആണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് ആ ഒരു സെക്ഷനിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, മിക്ക ഫുഡ് ഐറ്റംസിൻ്റെ അടുത്ത് കുറേ ചെറിയ ചെറിയ പാക്കറ്റിലെ ചീസ്, ബട്ടർ തുടങ്ങിയവ അവർ കുറേ ഇങ്ങനെ ബൾക്കായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാം. അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രഷ് ജ്യൂസ്, മിൽക്ക് ഷേക്ക്സ്, അതുപോലെ കോള പോലെയുള്ള സാധനങ്ങൾ, അല്ലാതെ നമ്മുടെ കാപ്പി, അല്ലാതെ പാല് വരെ നമുക്ക് എടുക്കാം കേട്ടോ. നമുക്ക് എത്ര വേണമെങ്കിലും എത്ര ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ മോൾക്ക് വേണ്ടി പാലെല്ലാം എടുക്കുമായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ഷട്ടിൽ. അപ്പോൾ ഈ ഒരു ഷട്ടിലാണ് നമ്മൾ ഇവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് പോവുകയും വരുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഷട്ടിലിൽ കയറിയാണ് നമ്മൾ ഷീപ്പോർഡ് എയർപോർട്ടിൽ പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ എങ്ങോട്ടാണോ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് അതിനുള്ള ബസ്സിലോട്ടാണ് നമ്മൾ പോവുക. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കൊക്കനോഫ് ഗാർഡനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന ട്രാവലിൽ തന്നെ നമ്മളുടെ അപ്പുറത്തും ഇപ്പുറത്തുള്ള സ്ഥലങ്ങൾ വളരെ മനോഹരമായിരുന്നു. കാരണം അങ്ങനെ പോകുന്ന ആ സൈഡിൽ തന്നെ നമുക്ക് ആ ഫീൽഡ്, നമ്മളുടെ ടുലിപ്പ് ഫ്ലവേഴ്സിൻ്റെ ഫീൽഡ് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ കൊക്കനോഫ് ഗാർഡനിലേക്ക് പോകുമ്പോൾ വളരെ തിരക്കായിരുന്നു കേട്ടോ. കാരണം സീസൺ ടൈം ആയിരുന്നു ആ സമയം.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നിറയെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൊക്കനോ ഗാർഡൻ്റെ ഒരു വീഡിയോ, സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ട് കാണാനെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ എന്നാലും ചെറുതായിട്ടൊന്ന് പറയാം. ഞാൻ ഈ കൊക്കനോ ഗാർഡൻ എന്ന് പറയുന്നത് യൂറോപ്പിലെ, അല്ലെങ്കിൽ വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ടുലിപ്പ് ഗാർഡൻ ആണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ സാധാരണ ഈ ഫീൽഡ് പോലത്തെ അല്ല, കുറേ ഫ്ലവേഴ്സ് അവർ പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പൂന്തോട്ടമാണത്. അപ്പോൾ അതിൽ ഒരു 79 ഏക്കേഴ്സിലുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ നിറയെ ഫ്ലവേഴ്സ്, വെറൈറ്റി ഫ്ലവേഴ്സ് അവർ ഒരുക്കിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ നമുക്ക് വളരെ എൻജോയ് ചെയ്ത് നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ഒരു 6 to 7 hours ഞങ്ങൾ സ്പെൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ഗാർഡൻ്റെ ഉള്ളിൽ തന്നെ പല സ്ഥലങ്ങളിലും റെസ്റ്റോറൻ്റ് ആയിട്ടും നമ്മുടെ ചെറിയ ചെറിയ സ്നാക്ക് ഷോപ്പുകളൊക്കെ ആയിട്ട് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ ആണെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല. അല്ലാതെ നമുക്ക് റെസ്റ്റ് റൂമുകളും ഫസ്റ്റ് എയ്ഡ് സെൻറ്ററൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബോറടിക്കാതെ, ഈ ചെറിയൊരു തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടയർഡ്നെസ് തോന്നിയില്ല. അപ്പോൾ കുട്ടികളായിട്ട് പോകാൻ പറ്റുന്ന രീതിയിലൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ മോള് സ്ട്രോളറിൽ ഇരുത്തിയാണ് ഞാൻ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടയർഡ് ആവില്ല, നമുക്കൊരു ഡിസ്റ്റർബായിട്ട് നമുക്ക് അയ്യോ വേണ്ടായിരുന്നു എന്നും തോന്നില്ല. നമ്മളിപ്പോൾ എവിടെയെങ്കിലും സൂവിലൊക്കെ പോയാൽ കുറച്ച് നേരം നടന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ വിഷമിക്കുമല്ലോ. അപ്പോൾ ഞങ്ങളുടെ സെക്കൻഡ് ഡേയിൽ ഞങ്ങൾ കൊക്കനോ ഗാർഡൻ മാത്രമേ വെച്ചിരുന്നുള്ളൂ കേട്ടോ. കാരണം ഇവിടെ ഒരു 6 to 7 hours ഞങ്ങൾക്ക് ആവുമെന്ന് അറിയായിരുന്നു. എന്നാലും ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഷീപ്പോൾ എയർപോർട്ടിലെ പനോരമ ഫ്ലൈറ്റ്സിൻ്റെ ഒരു സ്ഥലമുണ്ട്, അത് കാണാമെന്ന് വെച്ചിരുന്നു. പക്ഷേ ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായതുകൊണ്ട് കുട്ടികളെ ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ളത് കൊണ്ടും ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോയത്. അപ്പോൾ രാത്രിയുള്ള ഡിന്നർ ഞങ്ങൾ വാങ്ങി കയ്യിൽ വെച്ചിട്ടാണ് പോയത്. ഹോട്ടലൊന്നും കയറിയില്ലായിരുന്നു. സോ ഞങ്ങൾ ഹോട്ടലിൽ റൂമിൽ പോയിട്ട് ഫുഡ് കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ തേർഡ് ഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. സെയിം പോലെ തന്നെ ഒരു 8:30-9 മണിയായപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. സെയിം ഐറ്റംസ് ഒക്കെ തന്നെയായിരുന്നു, വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫസ്റ്റ് ഡേ പോലെ എല്ലാ ഐറ്റംസും ഞങ്ങൾ ടേസ്റ്റ് ചെയ്തായിരുന്നു. എല്ലാം ഞങ്ങൾ രണ്ടുപേരും ഓരോ വെറൈറ്റി സാധനങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ പങ്കുവെച്ച് കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ തേർഡ് ഡേയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് ഒരു 3 മ്യൂസിയവും ഒരു ബോട്ടിങ്ങും ആണ് കേട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ആംസ്റ്റർഡാം സെൻറ്ററിലേക്കാണ് ഞങ്ങൾ പോയിരുന്നത്. അപ്പോൾ അവിടെ ആദ്യം ഞങ്ങൾ ബോട്ടിങ്ങിന് പോകാൻ തീരുമാനിച്ചായിരുന്നു. കാരണം അതായിരുന്നു ഞങ്ങൾ പ്രയോറിറ്റി കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ടൈമും കുട്ടികളുടെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാമെന്നുള്ളതായിരുന്നു. സോ ഇവിടെ ആംസ്റ്റർഡാം കനാൽ ക്രൂസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നമുക്ക് പലതരത്തിലുള്ള ക്രൂസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതായത് നമുക്ക് കവേർഡ് ആയിട്ടുള്ള ക്രൂസ് കിട്ടും, അതുപോലെ ചെറിയ ചെറിയ ഓപ്പൺ ആയിട്ടുള്ള ക്രൂസ് കിട്ടും, അതായത് മീഡിയം, ലാർജ്, ആ രീതിയിലുള്ള പല തരത്തിലുള്ള ക്രൂസ് അവൈലബിൾ ആണ്. നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അല്ലാതെ തന്നെ ഇതിനുള്ളിൽ നമുക്ക് ഫുഡ് ഐറ്റംസ് വെച്ചാണെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അത് ചെറിയ സ്നാക്സ് ആണ് നമുക്ക് വേണ്ടെങ്കിൽ അതനുസരിച്ചുള്ള നമുക്ക് പാക്കേജ് ഉണ്ട്. അതുപോലെ നമുക്ക് ഡിന്നർ അല്ലെങ്കിൽ ഹണിമൂൺ പാക്കേജ്, ആ രീതിയിലുള്ള പാക്കേജൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ആവശ്യമുള്ള ആ രീതിയിലുള്ള നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ബോട്ടിങ്ങിലുള്ള യാത്ര ഭയങ്കര എൻജോയ് ചെയ്തായിരുന്നു. കാരണം ഒരു ചെറിയ തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെയിലൊന്നും കൊള്ളണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് നിറയെ ചെറിയൊരു ഗ്രൂപ്പിൻ്റെ ഉള്ളൊരു പാക്കേജാണ് നമ്മളെടുത്തത്. അപ്പോൾ അതിൽ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ നമ്മുടെ ബോട്ട് കൺട്രോൾ ചെയ്യുന്ന ആളും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഈ ചുറ്റുപാടുള്ള ബിൽഡിങ്ങുകളൊക്കെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകളായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ക്രൂസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, കൂടുതലും ക്രൂസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സെൻട്രലിൽ തന്നെയാണ്. ചിലത് മാത്രം റിച്ച് മ്യൂസിയത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ കനാലിനെ ജെൻറ്റിൽമാൻസ് കനാൽ എന്നും വിനീസ് ഓഫ് ദി നോർത്ത് എന്നും അറിയപ്പെടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഓപ്പൺ ബോട്ട് സെലക്ട് ചെയ്തതിന് ഒരു കാരണം കൂടി കൊണ്ട് കേട്ടോ. അതായത് ഈ കനാലിൽ നിറയെ ബ്രിഡ്ജസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ക്ലോസ് ആയിട്ടുള്ള ബോട്ടിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ നമുക്കതൊരു എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നി. അതുകൊണ്ട് ഓപ്പൺ ബോട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈ ബ്രിഡ്ജിൻ്റെ അടിയിലെ കൂടിയൊക്കെ പോകുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു അത്. അല്ലാതെ തന്നെ ഈ ചുറ്റുമുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണാനൊക്കെയും വളരെ ഭംഗിയുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ക്രൂസിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ ചുറ്റുപാടുമുള്ള ആ മനോഹരമായ കാഴ്ചകൾ എടുത്തു പറയേണ്ട ഒന്നാണ് നമ്മുടെ 70th സെഞ്ച്വറിയിലുള്ള വീടുകൾ കേട്ടോ. അതിപ്പോഴും അവിടെ ഉണ്ട്, അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അല്ലാതെ ഹൗസ് ബോട്ടുകളും ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ ഇപ്പോൾ ഹൗസ് ബോട്ടുകൾ ഇപ്പോൾ ഈ വെള്ളത്തിൽ കൂടി ട്രാവൽ ചെയ്യുന്നില്ല, അത് അവിടെ ഇങ്ങനെ ഒതുക്കിയിട്ടിട്ട് അവിടെ ഇപ്പോൾ ആളുകൾ താമസിക്കുവാണ്. അപ്പോൾ നമ്മുടെ ഗൈഡ് ഈ ഹൗസ് ബോട്ടുകളെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് പറഞ്ഞു തന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പരസ്പരം, ഞാനും ഹസ്ബൻഡും കൂടി ചർച്ച ചെയ്തു, നമ്മുടെ കേരളത്തിലില്ലാത്ത ഹൗസ് ബോട്ടാണോ ഇവർ ഈ പറയുന്നത് എന്നുള്ളത്. കാരണം നമ്മുടെ നാട്ടിൽ എത്രമാത്രം ഹൗസ് ബോട്ടുകളാണ് ഉള്ളത്, നമ്മുടെ കുമരകത്തൊക്കെ അല്ലേ. അപ്പോൾ ഞങ്ങൾക്കത് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് പറയണം തോന്നി, ഞങ്ങളോടാണോ ഈ പറയുന്നതെന്ന് തോന്നിയായിരുന്നു.
അപ്പോൾ ഹൗസ് ബോട്ടുകൾ അവിടെ നിർത്തിയിട്ടിട്ട് ഇപ്പോൾ അവിടെ ആളുകൾ താമസിക്കുകയാണ് ചെയ്യുന്നത്. ആ ഹൗസ് ബോട്ടുകൾ ട്രാവൽ ചെയ്യാറില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സൈഡിലുള്ള വീടുകൾ കുറച്ച് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാലേ അത് കാണാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല ഈ വീടുകൾ ഈ വീടിൻ്റെ ഒരു ചുവര് അപ്പുറത്തിപ്പുറത്തുള്ള രണ്ട് വീടുകളും കൂടി ഷെയർ ചെയ്തിരിക്കുവാണ്. അതായത് ഒറ്റ വരിയിൽ ഒരുപാട് വീടുകൾ ഇങ്ങനെ നിൽക്കുവാണ്. അതായത് സെപ്പറേറ്റ് അല്ലാതെ ഒരു വലിയ ബിൽഡിംഗ് ആയിട്ട് നിൽക്കുവാണ്. അത് കാണാൻ വളരെ മനോഹരമായിരുന്നു. വളരെ മനോഹരം എന്ന് വെച്ചാൽ വളരെ മനോഹരമായിരുന്നു. കാരണം അതിൽ നിന്നൊരു കണ്ണെടുക്കാൻ ഞങ്ങൾക്ക് തോന്നിയില്ലായിരുന്നു. പക്ഷേ ഈ ബോട്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഈ ഓപ്പൺ ബോട്ടിനെ കുറിച്ച് പറഞ്ഞില്ലേ, അത് വിൻ്റർ ടൈമിൽ നമുക്ക് ഈ ഓപ്പൺ ബോട്ടിൽ പോകാൻ പറ്റില്ല കേട്ടോ. കാരണം നമ്മൾ തണുത്ത് വിറച്ച് പോകും. അപ്പോൾ നമുക്ക് വിൻ്റർ സമയത്ത് ഹീറ്ററുള്ള ബോട്ടുകളിലാണ് ഇവിടെ യാത്ര ചെയ്യുക. ഇതിപ്പോൾ സമ്മർ ടൈമായിരുന്നു, സമ്മറല്ല സ്പ്രിങ് ടൈമായിരുന്നു. സോ ഞങ്ങൾക്ക് ആ ഒരു വ്യത്യാസം ഇല്ലായിരുന്നു. വിൻ്റർ ടൈമിലാണെങ്കിൽ നമുക്ക് ഈ ഓപ്പൺ ബോട്ടിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. അല്ലാതെ നമുക്ക് നൈറ്റ് ക്രൂസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കാഴ്ചകളൊന്നും ആയിരിക്കില്ല, നിറയെ ലൈറ്റ്സൊക്കെ വെച്ചിട്ടുള്ള കാഴ്ചകളായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. സോ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. അപ്പോൾ ഒരു 1.5 മണിക്കൂറത്തെ യാത്രയായിരുന്നു ഞങ്ങളുടേത്. അപ്പോൾ വളരെ മനോഹരമായി ഞങ്ങൾ ആ യാത്ര കഴിഞ്ഞ് വന്നു. ഞങ്ങൾ പിന്നെ അടുത്ത് പോയത് ഞങ്ങളൊരു മ്യൂസിയത്തിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ 3 മ്യൂസിയമാണ് ഞങ്ങൾ വെച്ചിരുന്നത്. പക്ഷേ ഒരു മ്യൂസിയമേ ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ബോട്ടിങ് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വേദക്കുട്ടി കുറച്ചു ടെററായിരുന്നു. കാരണം അവൾക്ക് എവിടെയെങ്കിലും ഇരിക്കണം, സ്ട്രോളറിൽ ഇരിക്കണ്ട, ഞാൻ എടുത്ത് വെക്കണം, എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണം എന്നൊക്കെയുള്ള ഭയങ്കര ഇതായിരുന്നു. അപ്പം ഞങ്ങൾ ഈ മ്യൂസിയത്തിലേക്ക് പോകുന്ന വഴി ഒരു റെസ്റ്റോറൻറ്റിൽ വളരെ റഷ് കണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എന്താണോ ആ റഷ്, ആ ഫുഡ് കഴിക്കണം എന്നുള്ളതായിരുന്നു. സോ ഞങ്ങൾ മ്യൂസിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. കാരണം അതൊരു സിറ്റി സെൻറ്ററാണ്, അത് ഷോപ്പിംഗ് സെൻറ്ററാണ്. അപ്പം നമ്മൾ വിനോദസഞ്ചാരികൾ മാത്രം വരുന്നതല്ല, അവിടെ ടൂറിസ്റ്റുകൾ മാത്രമല്ല, അവിടെയുള്ള ലോക്കലായിട്ടുള്ള ആളുകളും ഷോപ്പിങ്ങിനായിട്ട് വരുന്ന ഒരു തിരക്കും ഉണ്ടായിരുന്നു. സോ നമുക്ക് നടക്കാനൊക്കെ ഒരു സ്ലോ ആയിട്ട് നടക്കാനൊക്കെ പറ്റുള്ളൂ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിലുള്ള ഫുഡ് സ്റ്റോളുകളും കടകളൊക്കെ ഞങ്ങളിങ്ങനെ മാടി വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് സമ്മതിച്ചില്ല. ഇപ്പം കയറണ്ട, നമുക്ക് ആദ്യം മ്യൂസിയം കണ്ടിട്ട് ആ വരുന്ന വഴിക്ക് കയറാം എന്നുള്ളതുകൊണ്ട് ഹസ്ബൻഡ് പിടിച്ച് വലിച്ചുകൊണ്ട് പോകുമായിരുന്നു. ശരി, എന്നാൽ വരുമ്പോൾ കയറാമല്ലോ എന്നുള്ള രീതിയിൽ ഞാനും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇപ്പം നിങ്ങളിപ്പോൾ ഈ കാണുന്ന ആൽബർട്ട് ഹെയിൻ എന്ന് പറഞ്ഞ കടയെന്ന് പറയുന്നത് നമുക്ക് ഡ്രിങ്ക്സ് ഒരു വലിയ കോസ്റ്റ് ഇല്ലാതെ നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല. കാരണം നമ്മൾ ഇവിടെ സാധാരണ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കടകൾ നമുക്ക് കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറിയാണ് നമ്മൾ വെള്ളമോ കുടിക്കുന്ന ഡ്രിങ്ക്സൊക്കെ കുടിക്കുന്നതെങ്കിൽ ഭയങ്കര റേറ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കടകളിൽ നിന്ന് മേടിച്ചാലും നമുക്ക് കോസ്റ്റ് കുറച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ ഇത് മനസ്സിലായില്ലായിരുന്നു. സെക്കൻഡ് ഡേ ആണ് ഞങ്ങളിത് മനസ്സിലാക്കിയത്. സോ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ മ്യൂസിയത്തിലേക്കാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് കിടക്കാം. ഇപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് മ്യൂസിയം സ്റ്റാർട്ട് ചെയ്യുവാണ് ഇവിടെ. മാഡം ടുസാഡ്സ് എന്ന് പറയുന്ന മ്യൂസിയത്തിലേക്കാണ് പോയത്. നമ്മുടെ വാക്സ് പ്രതിമകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് പല രാജ്യങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ലണ്ടനിലാണ് മെയിനായിട്ടുള്ളത്, അല്ലാതെ നമ്മുടെ ഇന്ത്യയിലും ഉണ്ട്, ഡൽഹിയിലാണെന്നേ ഉള്ളൂ. അപ്പോൾ ഈ മാഡം ടുസാഡ്സിൻ്റെ മ്യൂസിയത്തെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് കാണാം. ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു മ്യൂസിയം തന്നെയാണ് കേട്ടോ. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു മ്യൂസിയമാണ്. അപ്പോൾ അത് ഞങ്ങൾ മ്യൂസിയം എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അത് കഴിഞ്ഞിട്ടുള്ള 2 മ്യൂസിയം ഉണ്ടായിരുന്നത് ഞങ്ങൾ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. കാരണം ടൈം ഇല്ലായിരുന്നു. വേദക്കുട്ടി കുറച്ചുകൂടി വയലൻ്റായി തുടങ്ങിയായിരുന്നു. സോ അതിനുശേഷം ഞങ്ങൾ നേരെ അത്രയും തിരക്ക് കണ്ട കടയിലേക്കാണ് പോയത്. അവിടെ എന്താണ് അത്ര വെറൈറ്റി ആയിട്ട് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നും അല്ലാതെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ആയിരുന്നു, പിന്നെ ഒരു ക്രീമും ഉണ്ടായിരുന്നു. ആ ക്രീം വളരെ ടേസ്റ്റ് ആയിരുന്നു. ഫ്രഞ്ച് ഫ്രൈസിൽ ഡിഫറൻസ് ഒന്നും ഞാൻ കണ്ടില്ല. സോ ആ ക്രീമിൽ മുക്കി തിന്നുമ്പോൾ ഒരു പ്രത്യേകതരം രുചിയായിരുന്നു. ഒത്തിരി പേര് ക്യൂ നിന്നാണ് അത് വാങ്ങിക്കൊണ്ടിരുന്നത്. അത്രയ്ക്ക് ക്യൂ നിൽക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത്രയ്ക്ക് കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഹസ്ബൻഡൊക്കെയും അത് തന്നെയാണ് പറഞ്ഞത്. എന്നാലും അതൊരു ടേസ്റ്റായിരുന്നു. ആ ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ നടന്നപ്പോഴാണ് കേട്ടോ ഒരു കാഴ്ച കണ്ടത്. നമ്മുടെ നാട്ടിലെ ഒരു ജാഥയാണ് പോകുന്നത്. ഇറാൻ്റെ ഫ്ലാഗാണത്. ഇറാനാണെന്ന് തോന്നുന്നു. അവിടെ എന്നെ എന്തെങ്കിലും ജയിച്ചതാണോ എന്താണോ സംഭവം നമുക്കറിയില്ല. വലിയൊരു ജാഥ തന്നെ പോകുമായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഈ പുറം രാജ്യങ്ങളിലും ഇങ്ങനെ ജാഥകൾ നടക്കുമെന്നുള്ളത് ഒരു പുതിയ അറിവായിരുന്നു. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഷീപ്പോൾ എയർപോർട്ടാണ്. സോറി കേട്ടോ, ഇത് ഷീപ്പോൾ എയർപോർട്ടല്ല, നമ്മുടെ ആംസ്റ്റർഡാം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. സത്യത്തിൽ എനിക്ക് പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. നിങ്ങൾക്കും തോന്നിയില്ല ഒരു എയർപോർട്ടിൻ്റെ ലുക്കൊക്കെ ഇല്ലേ? പക്ഷേ ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അത്രയ്ക്ക് മനോഹരമായൊരു റെയിൽവേ സ്റ്റേഷനായിരുന്നു ഇത്. സത്യത്തിൽ ആർക്കും തോന്നത്തില്ല ഇത് റെയിൽവേ സ്റ്റേഷനാണെന്ന്. ഇതൊരു എയർപോർട്ടിൻ്റെയൊക്കെ ലുക്കുള്ള ഒരു എയർപോർട്ട് റെയിൽവേ സ്റ്റേഷനായിരുന്നു.
ഇപ്പോൾ ഈ ആംസ്റ്റർഡാം സെൻട്രൽ ഡിസൈൻ ചെയ്തേക്കുന്നത് റിഞ്ച് മ്യൂസിയം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. അത് ഡിസൈൻ ചെയ്ത ആർക്കിടെക്റ്റ് തന്നെയാണ് ഇതും ഡിസൈൻ ചെയ്തേക്കുന്നത്. സോ നമുക്ക് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു മ്യൂസിയം മാതിരിയൊക്കെ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ആംസ്റ്റർഡാം സെൻട്രൽ എന്ന് പറയുന്നത്, അതായത് ഒരു സെൻട്രൽ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനും സെൻട്രൽ എന്ന് പറയും. പക്ഷേ ഇതിന് സെൻട്രൽ തന്നെ ആ ഒരു പേര് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് എനിക്ക് ഈ ആംസ്റ്റർഡാം സെൻട്രൽ എന്നുള്ള ഈ റെയിൽവേ സ്റ്റേഷനാണെന്ന് എനിക്ക് തോന്നി. കാരണം ഇവിടുന്ന് ഡൊമസ്റ്റിക് ട്രെയിൻസ്, ഇൻ്റർനാഷണൽ ട്രെയിൻസ്, അതായത് പാരീസിലോട്ടോ ലണ്ടനിലോട്ടോ ജർമ്മനിയിലേക്ക് പോകാനുള്ള ട്രെയിൻസ്, അല്ലാതെ നമ്മുടെ ട്രാം, ബസ്സസ്, ഫെറീസ് ആൻഡ് മെട്രോസ് എല്ലാം ഇവിടെ ഉണ്ട്. അതായത് നമ്മുടെ ഇതിന് ചുറ്റുപാടും ഈ സംഭവങ്ങളെല്ലാം ഉണ്ട്. കാരണം ഇതൊരു സെൻട്രലാണെന്നുള്ള ആ ഒരു വാക്കിന് യോജിക്കും. അല്ലാതെ കിടിലൻ ലൊക്കേഷനാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ മാത്രമാണ് കേട്ടോ, അല്ലാതെ നമുക്ക് സിറ്റിയിലോട്ട് എൻ്റർ ചെയ്യാനുള്ള ഒരു ഗേറ്റ് വേ ആയിട്ടും ഇതിനെ പറയാം. കാരണം ഇതിന് ചുറ്റും നമുക്ക് വോക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ 3 മ്യൂസിയം ഉള്ളത്. അല്ലാതെ ആംസ്റ്റർഡാമിൻ്റെ ഫേമസ് ആയ കനാൽ ക്രൂസസ്, അല്ലാതെ റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റ് എല്ലാം വോക്കബിൾ ഡിസ്റ്റൻസിലാണ് ഇവിടെ ഉള്ളത്. അല്ലാതെ നമ്മളുടെ ഈ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നിറയെ ഷോപ്സ്, റെസ്റ്റോറൻറ്റ്സ്, കഫേസ്, ഒരു സൂപ്പർ മാർക്കറ്റ് വരെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉള്ള വലിയൊരു ഏരിയ ആണിത്. അപ്പോൾ നമുക്ക് അക്ഷരം തെറ്റാതെ തന്നെ ഇതിനെ സെൻട്രൽ എന്ന് വിളിക്കാം കേട്ടോ. സോ ഞങ്ങൾ ഇതോടുകൂടി ഞങ്ങൾ അന്നത്തെ ദിവസം എൻഡ് ചെയ്ത് ഞങ്ങളുടെ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം. അടുത്ത ദിവസം വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. താങ്ക്